സംസ്ഥാനത്ത് മഴയും മഴക്കെടുതിയും ഒക്കെ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ മറ്റ് എല്ലായിടങ്ങളിലും അവധിയാണെന്ന്. കാരണം ഇവിടെ എല്ലാം തന്നെ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഒക്കെ സാധ്യതയുള്ളതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. തീരദേശത്തും മലയോര മേഖലയിലുമൊക്കെ അതീവ ജാഗ്രത തുടരുകയാണ്. പത്തനംതിട്ടയിലേക്ക് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മൂഴിയാർ ഡാം ഏത് നിമിഷവും തുറക്കാൻ സാധ്യതകളുണ്ട്. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. തീർത്ഥാടകരെയൊന്നും ശബരിമലയിലേക്ക് കയറ്റിവിടുന്നില്ല. വിവരങ്ങളുമായി ശശി നാരായണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശശി, കേരളമൊട്ടാകെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലൊക്കെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മൂഴിയാർ ഡാമൊക്കെ ഏത് നിമിഷവും തുറക്കുമെന്നുള്ള വിവരങ്ങളും നമുക്ക് പുറത്തു വരുന്നു. എന്തൊക്കെയാണ് ശശി അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അതിതീവ്ര മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത്. ഇന്നലെ രാത്രിയാണ് ആ മഴ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായി ജില്ലാ ഭരണകൂടവും മന്ത്രിയും ഒക്കെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പമ്പാ നദിയിലെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഇന്നലത്തെ മഴയോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ആറന്മുളയിലും കോഴഞ്ചേരിയും അടക്കമുള്ള പ്രത്യേകിച്ച് ആറന്മുള, റാന്നി താലൂക്കിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. റാന്നിയിൽ നേരിയ തോതിൽ വെള്ളക്കെട്ട് കുറവുണ്ടെങ്കിലും ആറന്മുളയിലും അപ്പർ കുട്ടനാട്, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ ഈ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തുടരുകയാണ്. പമ്പാ നദിയിലെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള മഴ പെയ്തു. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് തന്നെ ഇന്നലെ മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്തായാലും മൂഴിയാർ ഡാമിന്റെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മൂഴിയാർ ഡാം കൂടി തുറക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് വീണ്ടും മാറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വീടുകളിലുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ക്യാമ്പിലേക്ക് മാറ്റാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. പലരും വീടുകളിൽ നിന്നും ക്യാമ്പിലേക്ക് വരാൻ മടിക്കുന്നതാണ് വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നത്. ഇവരെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഫോൺ വിളിച്ചും അതുപോലെ തന്നെ നേരിട്ടുമൊക്കെ സന്നദ്ധ പ്രവർത്തനം ഫയർഫോഴ്സ് സംഘങ്ങളും ചെന്ന് പറഞ്ഞാൽ പോലും പലരും വീട്ടിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. 2 നില വീടിന് മുകളിലൊക്കെയാണ് ആളുകൾ ഉള്ളത്. ഇവിടെ കുഴപ്പമില്ലെന്നൊക്കെ ഇവർ പറഞ്ഞ ഈ സന്നദ്ധ പ്രവർത്തനം തിരിച്ചയക്കുകയാണ് വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നത്. എന്തായാലും വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ തുടരുകയാണെങ്കിൽ വൈദ്യുതി ബന്ധം കാണത്തില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങൾ നടക്കാതെ ഒരു ഈ കാര്യമാണ് ആശങ്കയായി തുടരുന്നത്. നിലവിൽ 2 ദിവസമായി തുടർന്ന് വെള്ളക്കെട്ട് ആറന്മുളയിലും ഈ പറയുന്ന അപ്പർ കുട്ടനാട് മേഖലയിലുമൊക്കെ ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലയിൽ വലിയ രീതിയിൽ തുടരുന്നുണ്ട്. ഈ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയ വെള്ളമാണ് ഈ മഴ തുടർന്നാൽ ഇറങ്ങാത്ത ഒരവസ്ഥയുള്ളത്. അതുകൊണ്ട് വലിയ ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രിയിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം ആളുകളും ക്യാമ്പുകളിലേക്ക് മാറി. ഏകദേശം 75ഓളം ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതിൽ 3500ഓളം പേർ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കൂടി ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും വീട്ടിൽ നിന്ന് മാറാൻ മടിക്കുന്ന ആളുകളെ കൂടി ഈ ക്യാമ്പിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും എത്തിയിട്ടുണ്ട്. 7 ബോട്ടുകൾ കൊല്ലം വാടിയിൽ നിന്നും പത്തനംതിട്ട എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെ വലിയൊരു സംഘവും ഉണ്ട്, സന്നദ്ധ പ്രവർത്തനമുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉണ്ടാകൽ ഏതെങ്കിലും അത്യാഘാതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം നേരിടാനുള്ള സംവിധാനങ്ങളും പത്തനംതിട്ടയിലുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പമ്പാ നദിയിൽ വെള്ളം ഉയർന്ന് ക്രമാതീതമായി ഉയരുന്നതാണ് ഇപ്പോൾ ആശങ്കയെത്തുന്നത്. അത് മലയോര മേഖലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ അതിതീവ്ര മഴയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം
ഒഴുകിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രശ്നം ആറന്മുളയിൽ നേരിടുകയാണ്. എഴിക്കാട് കോളനി, അതുപോലെ തന്നെ തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിൽ അപ്പർ കുട്ടനാട് നിരണം, കടപ്പുറ തുടങ്ങിയ മേഖലകളിലും എല്ലാം, തിരുവല്ലയിലും അടക്കമുള്ള മേഖലകളിൽ ഇത്തരമുള്ളൊരു പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഈ വെള്ളം ഒഴുകിയെത്തുന്ന സാധാരണ റാന്നിയിൽ നിന്നും ആറന്മുള അങ്ങനെ ചെങ്ങന്നൂരിനാണ് ഇതിന്റെ ഒരു ഒഴുക്ക് രീതി. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വെള്ളം എത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ പ്രദേശങ്ങളിൽ തുടരുമെന്നുള്ളതാണ്. പക്ഷേ ഈ നാട്ടുകാർ, ഈ പ്രദേശവാസികൾ ക്യാമ്പിലേക്ക് മടങ്ങാതിരിക്കുന്നത് വലിയ ഒരു ആശങ്കയായി ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരെ അവർക്കൊരു ബുദ്ധിമുട്ടായി തുടരുന്നത്. കാരണം ഇവര് എങ്ങനെങ്കിലും ഈ വീടുകളിൽ നിന്ന് 2 നില വീടുകളുടെ മുകളിലാണ് ഇവർ പലരും ഉള്ളത്. ഇവർ വീട് ക്യാമ്പിലേക്ക് വിളിച്ചാൽ വരാത്ത ഒരു സാഹചര്യമുണ്ടെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്ന ഒരു കാര്യം. നിലവിൽ 2-3 ദിവസം അവിടെ ഇരുന്നാൽ തന്നെ ഇനി കറണ്ട്, വൈദ്യുതി ബന്ധം നിലച്ചു പോയാൽ പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ ഒരു അപകടത്തിന് കാരണമാകും എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് സംഘം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതാണ് ഒരു പ്രതിസന്ധിയെ തുടരുന്നത്. എന്തായാലും വെള്ളക്കെട്ട് ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടുണ്ട്. അച്ചൻകോൽ നദിയിലും ഈ പറഞ്ഞ പോലെ കിഴക്കൻ മലയോര മേഖല മഴ നേരിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ നദിയിലെ ജലനിരപ്പ് ഉയർന്നത് ആശങ്കയായി തുടരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ വലിയ ദുരന്തമാണ്, സമാനതകളില്ലാത്ത ദുരന്തമാണ് ആറന്മുളയിലുള്ളത്. എന്തായാലും മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പത്തനംതിട്ട ക്യാമ്പ് ചെയ്യുകയാണ്. കാരണം പത്തനംതിട്ടയിലെ സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ട്, ഉദ്യോഗസ്ഥന്മാരുമായുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് വിഷ്ണുനാഥ് മന്ത്രി പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. MLA-മാരും ഇത്തരത്തിൽ ആശങ്കകൾ മന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും പത്തനംതിട്ടയിൽ, ആറന്മുളയിലും റാന്നിയിലും ചെങ്ങന്നൂരും അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടരുന്നു. അപ്പർ കുട്ടനാട്ട് മേഖലയും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ചേരാ ശശി, അതേപോലെ ഈ 2018 പ്രളയകാലത്തൊക്കെ റാന്നിയുടെ അവസ്ഥ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് വിഷ്വൽസ് ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇപ്പോൾ എന്താണ് റാന്നിയിലേക്കുള്ള ഒരു അവസ്ഥ? അവിടുത്തെ ജനങ്ങളൊക്കെ ഭീതിയിലാണോ? അതേപോലെ തന്നെ ശബരിമലയിൽ തീർത്ഥാടകരെ കയറ്റുന്നില്ല, ഇപ്പൊ അവിടെ നിയന്ത്രണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങളും കൂടെ നമുക്ക് ലഭ്യമാണോ? സാർ, റാന്നിയിൽ സ്വാഭാവികമായി 2018 പ്രളയത്തിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ഒരു മഴ പെയ്തപ്പോഴും ആളുകൾക്ക് വലിയ ഭയമാണ്. കാരണം വലിയ രീതിയിലുള്ള ദുരിതമാണ് അന്ന് നേരിടേണ്ടി വന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. റാന്നിയിൽ ഈ വെള്ളം അല്പം ഈ നഗരത്തിലെ ടൗണിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഭീതി നിലനിൽക്കുന്നുണ്ട്. കക്കാട്ടാറിൽ ഇന്നലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഭീതി റാന്നിയിലുണ്ട്. കാരണം വ്യാപാരികൾക്ക് ടൗണുകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്നതിന് മേഖലയാണ് റാന്നി. അവിടെ ഇന്നലെ പൂർണ്ണമായും വെള്ളം കയറിയ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇന്നലത്തെ രാത്രിയുടെ മഴയോടും കൂടി കക്കാട്ടാറിലെ വെള്ളം ഉയർന്നു. ഇനിയും മൂഴിയാർ ഡാമിൽ തുറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഈ റാന്നിയുടെ ഭാഗമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ജലനിരപ്പ് ഉയരാൻ നേരിയ തോതിൽ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് ചെറിയ രീതിയിൽ ഉയർന്ന ഒരുപക്ഷെ നഗരത്തിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കാരണം എല്ലാ നാട്ടുകാരും, പഞ്ചായത്തും മറ്റൊരു ഫയർഫോഴ്സും അടക്കമുള്ള സേനാംഗങ്ങളാണ് ഇന്നലെ റാന്നിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ ടൗണിലെ വെള്ളത്തിന് കുറവുണ്ട്. പക്ഷേ വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ റാന്നിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ട്. അതെന്തായാലും അടിയന്തര സഹായമായി 25,000 രൂപയാണ് ഇതുവരെ ഓരോ വാർഡ് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകിയിട്ടുള്ളത്. അതുപോലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വ്യാപാരിക്ക് റാന്നിയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ശബരിമലയിലെ കാര്യമാണ്. നിറപുത്തരി ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭക്തർക്ക് കൃത്യമായൊരു നിയന്ത്രണമുണ്ട്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് പമ്പയിൽ സ്നാനമടക്കമുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളിലെല്ലാം നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ മലയോര യാത്ര, ശബരിമലയ്ക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. കഴിവതും പരമാവധി കുറച്ച് ആളുകൾ മാത്രമേ ഈ നിറപുത്തരി ചടങ്ങുകളിൽ പങ്കെടുക്കാവൂ എന്നുള്ള കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് കർശനമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് നടന്ന സമയത്ത് തന്നെ ആ തീർത്ഥാടകർ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീർത്ഥാടക പ്രായം ഈ മുന്നറിയിപ്പുള്ളതുകൊണ്ട് അത്തരം ഒരു പ്രവാഹം ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിറപുത്തരി ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തീർത്ഥാടകർ എത്തുന്നുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ പാലിച്ച് മാത്രമേ ശബരിമല എത്താവൂ എന്നാണ് അറിയിച്ചിട്ടുള്ള. സ്നാനത്തിനും നിയന്ത്രണമുണ്ട്. പമ്പയിൽ കുളിക്കുന്നതിനുള്ള നിയന്ത്രണമുണ്ട്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അവിടെ കുളിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. വനത്തിലൂടെയുള്ള യാത്രയാണ്. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയ പത്രത്തിൽ തീർത്ഥാടകരുടെ ഒരു നിയന്ത്രണം കഴിഞ്ഞ ദിവസം മുതലുണ്ട്. പക്ഷെ ഈ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരം നിയന്ത്രണം പറഞ്ഞിട്ടുള്ളത്. നദിയിലെ ജലനിരപ്പ്. ശരി, ശശിയാണ് നമുക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.